ഇത് ഞങ്ങളുടെ MG വിൻസർ, ഇത് ഞങ്ങളുടെ MG കോമറ്റ്. ഈ ഒരു വിൻസർ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷക്കാലം കഴിഞ്ഞു. ഈ ഒരു കോമറ്റ് എടുത്തിട്ട് ഏകദേശം 2.5 വർഷവും കഴിഞ്ഞു. ഈ ഒരു വിൻസർ ഈ ഒരു കാലയളവിൽ ഏകദേശം 15,000 കിലോമീറ്റർ അധികം ഓടി. ഈ ഒരു കോമറ്റിൽ ഏകദേശം 25,000 കിലോമീറ്റർ അധികം ഓടിക്കഴിഞ്ഞു. ഈ ഒരു സമയത്ത് നിരവധി ആളുകളാണ്, നമ്മളെ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള നിരവധി പേർ മെസ്സേജൊക്കെ അയച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഈ 2 വാഹനങ്ങളെന്ന്. അതാണ് നമ്മൾ ഇനി ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഈ ഒരു വാഹനങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെ. കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് കോമറ്റ് ഉപയോഗിക്കുന്നു, 1.5 വർഷമായിട്ട് ഈ ഒരു വിൻസർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ 2 വാഹനങ്ങളുടെയും ഗുണങ്ങളും ദോഷങ്ങളും ഓരോന്നായിട്ട് നോക്കാം. വിൻസർ എടുത്തതിന് ശേഷം നമ്മൾ 1-2 വീഡിയോകൾ ആദ്യം തന്നെ ചെയ്തിരുന്നു. ആ വീഡിയോകൾ നിങ്ങൾ കണ്ട ഈ ഒരു വാഹനത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. അതായത് കുറച്ച് ചെറിയ ചെറിയ മോഡിഫിക്കേഷനുകൾ അവിടെ ഇവിടെ ഞങ്ങൾ വരുത്തിയിരുന്നു. അതായത് ഈ വിൻസർ എടുത്തതിന് ശേഷം ഞങ്ങൾ ചെയ്ത പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് തന്നെ ഇതിനൊരു PPF കോട്ടിംഗ് ചെയ്തിരുന്നു. അതിനുശേഷം ഈ കാണുന്ന ഗ്ലാസ് ഏരിയകളെല്ലാം ചെറിയ കൂളിംഗ് പേപ്പർ ഒട്ടിച്ചു. പിന്നീട് ചെയ്തത് ഈ കാണുന്ന സ്റ്റിക്കർ വർക്ക് ചെറുതായിട്ട് ഒട്ടിച്ചു. കോമറ്റിൽ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ കാണുന്ന സ്റ്റിക്കർ, ഇത് കോമറ്റിന്റെ ഒരു ആക്സസറി തന്നെ ആയിരുന്നു. ആക്സസറി അഡീഷണൽ ആയിട്ട് നമ്മൾ വാങ്ങി ഒട്ടിപ്പിച്ചതാണ്. പിന്നെ അതുപോലെ ചെറിയൊരു കോട്ടിംഗ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പുറത്ത്. അതുപോലെ പിന്നീട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു സീറ്റാണ്, സീറ്റിന്റെ കവർ. അതായത് ഇത് നമ്മൾ വാങ്ങുമ്പോൾ ഫാബ്രിക് സീറ്റ് ആയിരുന്നു, പിന്നീട് അത് കംപ്ലീറ്റ് നമ്മൾ ലെതർ റാപ്പ് ചെയ്തു. അതുപോലെ ആ തൈ സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ അഡീഷണൽ ആയിട്ട് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ സീറ്റ് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല, എന്നാൽ ഇത്തരത്തിൽ ലെതർ റാപ്പ് ചെയ്ത് തൈ സപ്പോർട്ട് കൂട്ടിയപ്പോഴേക്കും നല്ല കംഫർട്ടായി. അതുപോലെ ഇതിന്റെ ഗ്ലാസ് ഏരിയ സാധാരണ വാഹനങ്ങളിൽ നിന്ന് കൂടുതലാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ചൂടകത്തേക്ക് വരുന്ന കാരണം നമ്മൾ കൃത്യമായിട്ട് ഇത് ഫുള്ള് കൂളിംഗ് പേപ്പർ ഒട്ടിച്ചു. നിങ്ങൾ വിചാരിക്കും ഇത്തരം മോഡിഫിക്കേഷൻ, ഈ കാണുന്ന സ്റ്റിക്കർ പോലുള്ള ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയം പലർക്കും വരും. ഇപ്പോൾ പുതിയതായിട്ട് അധികാരത്തിൽ കയറിയ നമ്മുടെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ ഈ ഒരു സംഭവത്തെ പറ്റി. ഈ 2 വാഹനങ്ങളുടെയും റേഞ്ചിൽ തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വിൻസർ നമുക്ക് ഏകദേശം ഒരു 300 കിലോമീറ്ററിന് അടുത്തുള്ള ഒരു റേഞ്ചാണ് നമുക്ക് തരുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 250 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയുള്ള റേഞ്ച് വിൻസർ തരുന്നു. അതുപോലെ ഈ ഒരു കോമറ്റിൽ ഏകദേശം ഒരു 200 കിലോമീറ്ററുമാണ് റേഞ്ച് ലഭിക്കുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും പല കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് റേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഈ വാഹനം ഓടിക്കുന്ന ആളുകളുടെ വാഹനം ഓടിക്കുന്ന രീതി അനുസരിച്ചുകൊണ്ട് മാറും. ഓടിക്കുന്ന ക്ലൈമറ്റ്, ഇപ്പോൾ ചൂട് സമയത്താണ് നമ്മൾ AC കൂടുതലിടും, ആ സമയത്ത് റേഞ്ച് വ്യത്യാസപ്പെടും. അതുപോലെ നമ്മൾ ഓടിക്കുന്ന ടെറൈൻ കയറ്റം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ റേഞ്ച് കൂടും. അങ്ങനെ വേരി ചെയ്യുന്നു. എങ്ങനെയായാലും ഈ ഒരു വിൻസറിന്റെ റേഞ്ച് പറഞ്ഞാൽ 250 മുതൽ 300 വരെയും കോമറ്റിന്റെ റേഞ്ച് 200 വരെയുമാണ്. ഈ ഒരു വിൻസറിന്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ഇതുവരെ വഴിയിലെങ്ങും കിടത്തിയിട്ടില്ല. അതുപോലെ പുറത്ത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 50 കിലോ വാട്ടിനൊക്കെ മുകളിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ചാർജറുകൾ ചാർജ് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ചാർജ് കയറാതിരിക്കുന്ന രീതി കണ്ടിട്ടുണ്ട്. അതായത് ഈ ഒരു വാഹനത്തിന്റെ ആക്ച്വലി എത്ര ഫാസ്റ്റ് ചാർജിങ് വരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ കണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫാസ്റ്റ് ചാർജിങ് അതിനകത്ത് ഒരു 50 കിലോ വാട്ടിനൊക്കെ മുകളിലുള്ള ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ പലപ്പോഴും ചാർജ് കയറാതിരിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഒരുവിധം ഒരു 30 കിലോ വാട്ട് ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള ചാർജ് ചെയ്താൽ വലിയ വിഷയമില്ലാതെ ചാർജ് ആകുന്നുണ്ട്. ഈ ഒരു കോമറ്റിന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇതുവരെ വഴിയിൽ കിടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വഴിയിൽ കിടത്തിയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇത് ഒരിടത്ത് പാർക്ക് ചെയ്തിരുന്നപ്പോൾ ഭയങ്കര ചൂട് സമയത്തൊക്കെ തണൽ കൊള്ളാനായിട്ട് താഴെ ഇതുപോലെ നായകൾ കയറി കിടക്കാറുണ്ട്. അങ്ങനെ കയറി കിടന്ന ഒരു നായ ഇതിന്റെ അടിയിലൂടെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പൈപ്പ്, ആ പൈപ്പ് കടിച്ചു മുറിച്ചു. ഇത് നമ്മൾ അറിഞ്ഞിരുന്നില്ല. നമ്മൾ പാർക്ക് ചെയ്തിരുന്നതിന് ശേഷം വാഹനം എടുത്തപ്പോൾ കുറച്ച് ദൂരം ഓടും, വണ്ടി ഓഫ് ആവും, കുറച്ച് ദൂരം ഓടും, വീണ്ടും ഓഫ് ആയി പോകും. അങ്ങനെ ഒരു അവസ്ഥയാണ് കണ്ടത്. അങ്ങനെ നമ്മൾ എന്താണെന്ന് അറിയാതെ റിക്കവറി വിളിച്ച് വണ്ടി കൊണ്ട് ചെന്നു. റിപ്പയറിംഗ് സെന്ററിൽ കൊണ്ട് ചെന്നപ്പോഴാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു പൈപ്പ് ഇത് കടിച്ചു മുറിച്ചതായിട്ട് കാണുന്നത്. ഏകദേശം സർവീസ് കോസ്റ്റ് തന്നെ 19,000 രൂപയോളം സർവീസ് കോസ്റ്റ് അതിനായി. ഏകദേശം ഒരു 200 കിലോമീറ്ററിനകത്തുള്ള യാത്രയാണെങ്കിൽ, ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഞാൻ വിൻസറിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോമറ്റിൽ പോകാനാണ്. കാരണം ഇപ്പോൾ വരുന്ന ഈ ഒരു വലിയ ട്രാഫിക് കണ്ടീഷനിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ കൊണ്ടുപോകുന്ന രീതി വളരെ എളുപ്പത്തിൽ ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ ഈ ഒരു കോമറ്റാണ് വിൻസറിനേക്കാളും എനിക്ക് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. വിൻസറിന്റെ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഒരുവിധം ലക്ഷറി ഫീൽ ഉണ്ട്. അതായത് 7 പേർക്ക് ഇരിക്കാവുന്ന ഒരു സൈസിനകത്ത് 5 സീറ്ററാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞ പോലെ ഈ ഒരു വലിയ ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഡിസ്പ്ലേ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ആൻഡ്രോയിഡ് കാർ ബോക്സ് വാങ്ങി. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത്, ഇതിനകത്ത് ബൈ ഡിഫോൾട്ട് യൂട്യൂബ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ബോക്സോട് മേടിച്ചപ്പോഴത്തേക്ക് നമുക്ക് യൂട്യൂബ് പോലും ഈ ഒരു ഫുൾ സ്ക്രീനിൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. വാഹനം ഓടിക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കാറില്ല, ഉപയോഗിച്ചാൽ പോലും ഡ്രൈവ് ചെയ്യുന്ന ഞാൻ കാണാറില്ല, അടുത്തിരിക്കുന്ന കോ പാസഞ്ചേഴ്സ് ആയിരിക്കും കാണുന്നത്. പിന്നെ എവിടെയെങ്കിലൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ന്യൂസ് കാണാനോ ഒക്കെ ആയിട്ട് അത് വലിയ രീതിയിൽ അത് ഉപകരിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു വാഹനത്തിനകത്ത് ഒരുപാട് സ്വിച്ചുകളൊന്നുമില്ല. അതൊരു ബുദ്ധിമുട്ടൊന്നും അങ്ങനെ എനിക്കധികം വന്നിട്ടില്ല. പിന്നെ ഇതിനകത്തുള്ള ബുദ്ധിമുട്ടായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ലൈറ്റ്, ഫ്രണ്ടിൽ ലൈറ്റ് ഓട്ടോ ലൈറ്റ് സെൻസറിലാണ് വർക്ക് ചെയ്യുന്നത്. ചില സ്ഥലത്ത് നമ്മൾ വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് സെറ്റിംഗ്സ് വഴി ലൈറ്റിനകത്ത് ചെന്ന് അത് ഓഫ് ചെയ്യുന്ന പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഈ ഒരു അധികം സ്വിച്ചുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെയും നേരിട്ട ഒരു കാര്യം. ബാക്കിയൊക്കെ ഒരുവിധം നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. ഈവൻ നമുക്ക് OVRM അൺഫോൾഡ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഇപ്പോൾ
ഈ ഒരു ഡിസ്പ്ലേയിൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി MG തന്നെ കറക്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഇപ്പോൾ OVR നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്യണമെങ്കിൽ പറ്റും. പക്ഷേ ലൈറ്റ് ഓൺ ഓഫ് ചെയ്യുന്നതിനുള്ള സംഗതി ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഈ ഒരു ഓൺ ടച്ചിലൂടെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. അത് സെറ്റിംഗ്സ് ഒക്കെ എടുത്ത് ചെയ്യണം. അത് എനിക്ക് ഒരുപാട് പേരിൽ നിന്ന് എനിക്ക് ചീത്തവിളി കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ചെന്ന് കൊണ്ട് നിർത്തുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല, സെറ്റിംഗ്സ് ഒക്കെ കയറുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അവർ പറയും വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാതെ എന്തെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. അടുത്തായിട്ട് കോമറ്റിൻ്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു സൈസ് തന്നെയാണ് എനിക്ക് തോന്നുന്നു കോമറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് തോന്നുന്നു. ഈ ഒരു കോമ്പാക്ട് സൈസ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എവിടെ വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു കോൺഫിഡൻസ് ഇത് ഓടിക്കുന്ന ആൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ടേണിംഗ് റേഡിയസ്, നമുക്ക് ഏത് ചെറിയ കർവേച്ചറിലും നമുക്ക് വളച്ചെടുത്തുകൊണ്ട് ഈ ഒരു വാഹനം കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം ഈ ഒരു വാഹനത്തിനുണ്ട്. അതുപോലെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, പലരും വാഹനം പുറത്തുനിന്ന് കാണുന്നത് ഇത്രയും ചെറിയൊരു വാഹനം ആയതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റിയിൽ പലർക്കും സംശയം ഉണ്ടാകും. അത്തരം സംശയമുള്ളവർ ഈ ഒരു വാഹനത്തിൻ്റെ ഡോർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒന്ന് ആക്കി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി. ഈ ഒരു ഡോറിൻ്റെ ആ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ അറിയാം എത്രത്തോളം ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് ഇത് എന്ന്. അതുപോലെ EV ആയതുകൊണ്ട് തന്നെ മികച്ചൊരു ആക്സിലറേഷൻ ഈ ഒരു വാഹനത്തിനുണ്ട്. നമ്മൾ NHലൊക്കെ പോകുമ്പോൾ ഇതിൽ നിന്നും പവർഫുൾ ആയിട്ടുള്ള വാഹനങ്ങളെ പോലും നമുക്ക് വളരെ നിഷ്പ്രയാസം ആ ഒരു ക്വിക്ക് ത്രോട്ടിൽ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ ഈ ഒരു വാഹനത്തിനകത്ത് സാധിക്കുന്നുണ്ട്. അടുത്തായിട്ട് എനിക്ക് ഈ വാഹനത്തിനകത്ത് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ചില ഫീച്ചറുകൾ, അതായത് ഓട്ടോമാറ്റിക് റെയിൻ സെൻസർ വൈപ്പർ, അതായത് നമുക്ക് വൈപ്പർ ഇടേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ ഓട്ടോമാറ്റിക് ലൈറ്റ് സെൻസ് ചെയ്തിട്ട് ലൈറ്റ് ഓൺ ആവും. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ട്. പക്ഷേ വെന്റിലേറ്റഡ് സീറ്റ് ഒരു ഭയങ്കര തണുപ്പൊന്നും തരുന്നില്ലെങ്കിലും ആ ഒരു ഫീച്ചർ എന്തായാലും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തുള്ള 360 ക്യാമറ ഈ ഒരു വലിയ ഡിസ്പ്ലേ കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് വാഹനത്തിന്റെ ഒരു സൈഡ് പോലും എങ്ങും ഒരേയൊന്നും ചെയ്യാതെ കൃത്യമായിട്ട് നമുക്ക് ബാക്ക് എല്ലാം കൃത്യമായി കണ്ടുകൊണ്ട് റിവേഴ്സ് എടുക്കാനും ഒക്കെ ഇതിനകത്ത് സാധിക്കുന്നുണ്ട്. അതുപോലെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് സൈഡ് കോർണർ ലാമ്പ്. നമ്മൾ ഏതെങ്കിലും ഭാഗത്തേക്ക് വാഹനം വളയ്ക്കുമ്പോൾ ആ കോർണറിൽ ഇരുട്ടിലേക്ക് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ്, അതും വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു കോമറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫീച്ചറുകൾ എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ ഹിൽ ഹോൾഡ് അസിസ്റ്റൻറ്റ്. ഇപ്പം നമ്മളൊരു കയറ്റം കയറുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ പോലും ബാക്കിലേക്ക് പെട്ടെന്ന് ഇറങ്ങി വരുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ LED ലൈറ്റുകൾ, നല്ല പ്രകാശമാനമാർന്ന LED ലൈറ്റുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇൻബിൽറ്റ് ഇന്റർനെറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫോൺ ഇതുമായിട്ട് പെയർ ചെയ്തില്ലെങ്കിലും നമുക്ക് ഇതിനകത്ത് തന്നെ ഇന്റർനെറ്റ് റെഡി ആയതുകൊണ്ട് തന്നെ, അതായത് 5G സിം കാർഡ് ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെയും നമുക്ക് നെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നു. മാത്രമല്ല വയർലെസ് ആൻഡ്രോയിഡ് ആട്ടോ, ആപ്പിൾ കാർപ്ലേ സംവിധാനവും ഈ ഒരു കാറിനകത്ത് നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഇതിന്റെ ചില ഫീച്ചറുകൾ. അടുത്തായിട്ട് ഞാൻ ഇതിനകത്ത് നേരിട്ട ചില കുറവുകൾ, അതായത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് ഇതിന്റെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്. അത് ഈ പറഞ്ഞ പോലെ EV വാഹനം ആയതുകൊണ്ട് തന്നെ ആയിരിക്കും, ബാറ്ററി അടിയിൽ തട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്ത് തന്നെയായാലും സസ്പെൻഷൻ സ്റ്റിഫാണ്. ക്യാബിൻ സൗണ്ട്, അകത്ത് ഇരിക്കുമ്പോൾ പുറത്തുനിന്നുള്ള സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത മറ്റു ചില കുറവെന്ന് പറയുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള ആക്സസറീസ് ഒക്കെ വാങ്ങി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത്തരം ആക്സസറീസ് അവർ ഒട്ടിച്ച് തന്നത് പ്രോപ്പർ ആയിട്ടില്ല. പലയിടവും ഇപ്പം തന്നെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു വാഹനത്തിന് ഗ്ലാസ് ഏരിയ പൊതുവെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അകത്തിരുന്ന് കഴിഞ്ഞാൽ എത്ര AC ഇട്ടാലും നമുക്ക് കുറച്ച് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ കൂളിംഗ് പേപ്പറൊക്കെ ഒട്ടിച്ചപ്പോൾ അത് ഒരുപാട് കുറഞ്ഞെങ്കിലും ചൂട് ചെറുതായിട്ടെങ്കിലും ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുപോലെ ഇന്റീരിയറിന്റെ ആ കാണുന്ന ഭാഗത്തേക്ക് ബിൽഡ് ക്വാളിറ്റി വളരെ ഒരു പ്ലാസ്റ്റിക് ഫീൽ പലപ്പോഴും തോന്നുന്നുണ്ട്. തട്ടിക്കഴിഞ്ഞാലൊക്കെ അതിന്റെ ഒരു ഫിക്സിംഗ് ഒന്നും പ്രോപ്പർ ആവാത്ത കണക്കുള്ള ചില റാറ്റ്ലിംഗ് സൗണ്ട് ഒക്കെ ഇതിനകത്തുനിന്ന് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സ്പീക്കർ ക്വാളിറ്റി അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിന്റെ ഇന്റീരിയറിൽ സ്പീക്കറൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ പാനലുകളുടെയൊക്കെ ഫിക്സിംഗ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് തന്നെ സ്പീക്കറിൽ നിന്ന് പോലും പലപ്പോഴും പാട്ട് ഉറക്കുകയൊക്കെ വയ്ക്കുമ്പോൾ ഈ പറഞ്ഞ കരകരപ്പ് സൗണ്ട് ഒക്കെ കേൾക്കാറുണ്ട്. കോമറ്റിന്റെ കുറവുകളെ പറ്റി പറഞ്ഞാൽ ഒന്ന്, ഇതിന്റെ ഈ ആ ഒരു ഫാബ്രിക് സീറ്റ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതൊരു കംഫർട്ട് അല്ല. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഒട്ടും കംഫർട്ട് തരുന്നില്ല. പക്ഷേ ഇതിനകത്ത് അത് ലെതർ റാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം പരിഹരിച്ചു. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഓഡിയോ ക്വാളിറ്റി, അതിന്റെ സ്പീക്കറിൽ നിന്നുള്ള ക്വാളിറ്റി അത് അത്ര പോരാ. ഏകദേശം 25,000 കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ ചെറിയ സൗണ്ടുകൾ അവിടുന്ന് ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഇത്രയും കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ ആ ഒരു സൗണ്ട് എനിക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട്, ചെറിയ രീതിയിൽ. അതിനി ഒന്ന് സർവീസിൽ കാണിക്കേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും അത്തരം ഒരു സൗണ്ട് ഇതിനകത്ത് അവിടെ ഇവിടെയായിട്ട് ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു വാഹനം വാങ്ങി വളരെ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് ഏരിയയിൽ നിന്ന് ഒരു ചെറിയ സൗണ്ട് വന്നു. പക്ഷേ അത് അവിടെ അഡ്രസ്സ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് കോമറ്റിന് സാധാരണയായിട്ട് അങ്ങനെ വരുന്നുണ്ട്. ആ സമയത്ത് വന്ന പല വാഹനങ്ങളിലും അങ്ങനെ അവരതിൻ്റെ എന്തോ ഒരു പാർട്ട് അന്ന് ആ ഒരു സ്റ്റിയറിംഗിന്റെ ഭാഗത്ത് നിന്ന് മാറി. അതിനുശേഷം ആ സ്റ്റിയറിംഗിലെ സൗണ്ട് എന്തായാലും ഒഴിവായിട്ടുണ്ട്. അതുപോലെ വാഹനത്തിനകത്ത് നമുക്ക് സ്റ്റോറേജിനുള്ള സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡയറി പോലും വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ല എന്നുള്ളത് എടുത്ത് വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ ഒരു കാര്യം അതിനകത്ത് നമുക്ക് കൂട്ടിച്ചേർത്ത് പറയേണ്ടത്, ഇപ്പോൾ വരുന്ന ഇപ്പോൾ വാഹനങ്ങളുടെ ഡോക്യുമെന്റുകളൊക്കെ ആയപ്പോലും ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, എന്തെങ്കിലും ഒരു ഫോണൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് എന്തായാലും വളരെ കുറവാണ്. ഫോണൊക്കെ വെക്കാം, ജസ്റ്റ് വെക്കാം. പക്ഷേ ഈ കാണുന്നത് ആ ഒരു ഭാഗം മാത്രമാണ് ഇതിനകത്തൊരു സ്പേസ് ആയിട്ട്, സ്റ്റോറേജ് സ്പേസ് ആയിട്ട്
ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോറേജ് സ്പേസ് വളരെ കുറവാണ് ഈ ഒരു വാഹനത്തിൽ എന്നുള്ളൊരു കുറവ് തന്നെയാണ്. അതുപോലെ ലോങ് ഡ്രൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കിലോമീറ്ററിൽ പോയി തിരിച്ചു വരാൻ പറ്റുന്നതാണല്ലോ ഇതിനെ സംബന്ധിച്ച് മാക്സിമം പോകാൻ പറ്റുന്ന ദൂരം. എന്നാൽ പോലും അത്തരം ഡ്രൈവുകളിൽ ഉള്ള ഒരു കംഫർട്ട് നമുക്കൊരു കുറഞ്ഞ ദൂരത്തിൽ പോയി തിരിച്ചു വരുന്നതിന് ഓക്കെയാണ്. പക്ഷേ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ യാത്രാ സുഖം അത്ര ബെറ്റർ ആണെന്ന് തോന്നിയിട്ടില്ല. അതുപോലെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ആ ഒരു സെക്കൻഡ് ഡിസ്പ്ലേ, ആ ഡിസ്പ്ലേ തുടക്കകാലത്തൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് കൂടെ ചില ദിവസങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഓഫായി പോകും. എന്നാൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഓൺ ആയിരിക്കും, ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഓൺ ആകില്ലായിരുന്നു. അന്നത്തെ ദിവസം കംപ്ലീറ്റ് അത് ഓഫായി, അടുത്ത ദിവസം വേണ്ടി ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ മാത്രമേ അത് വീണ്ടും ഓണായി വരികയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് വന്ന പല സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഇപ്പോൾ ആ ഒരു പ്രശ്നം എന്തായാലും പരിഹരിച്ചിട്ടുമുണ്ട്. ഈ രണ്ട് വാഹനങ്ങൾക്കും കോമൺ ആയിട്ട് ചില ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൂടി നമുക്ക് നിങ്ങളോട് പറയേണ്ടതുകൊണ്ടാണ് ഈ രണ്ട് വാഹനങ്ങളെയും ഒരുമിച്ച് ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കോമൺ ഇഷ്യൂ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അടുത്തിടെ എനിക്ക് ഫേസ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു വിൻസർ കഴിഞ്ഞ ശനിയും ഞായറും ഞാൻ പുറത്തെങ്ങും പോയില്ല, വീട്ടിൽ നിന്ന് പുറത്തെങ്ങും പോകാഞ്ഞതുകൊണ്ട് തന്നെ വാഹനം ഞാൻ ശനി ഞായർ ഉപയോഗിച്ചതേയില്ല. തിങ്കളാഴ്ച രാവിലെ ഞാൻ വാഹനം എടുത്തപ്പോൾ പാർക്കിങ്ങിൽ നിന്ന് വാഹനം റിലീസ് ചെയ്തിട്ടും ഡ്രൈവ് മോഡിൽ ഇട്ടിട്ടും വാഹനം മൂവ് ചെയ്യുന്നില്ല. നമ്മൾ ആക്സലേഷൻ കൊടുക്കുമ്പോഴത്തേക്കും മുന്നോട്ട് മൂവ് ചെയ്യുന്നതിന് പകരം ഇതിങ്ങനെ കുതിച്ചങ്ങ് പൊങ്ങുക, അതായത് പാർക്കിങ്ങിൽ തന്നെ കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ മുകളിലോട്ട് ഉയരുന്ന ഒരു ഫീലാണ് വരുന്നത്. എന്നാൽ റിവേഴ്സ് മോഡിലേക്ക് മാറി റിവേഴ്സിലേക്ക് എടുക്കുമ്പോഴും സെയിം തിങ് ആണ്, വാഹനം ബാക്കിലേക്ക് പോകുന്നില്ല, മുകളിലേക്ക് ഉയരുന്ന പോലൊരു ഫീലാണ് കിട്ടുന്നത്. ഇതേ ഇഷ്യൂ നമുക്ക് കോമറ്റിലും വന്നിട്ടുണ്ട്. കോമറ്റ് ഉപയോഗിക്കുന്ന നമ്മുടെ മറ്റൊരു സുഹൃത്തും ഇതേ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട്. 1-2 ദിവസം നമ്മൾ വാഹനം എടുക്കാതിരുന്നാൽ മൂന്നാമത്തെ ദിവസം ഈ പറയുന്നത് പോലെ നമ്മൾ ഡ്രൈവ് മോഡിലേക്ക് ഇടുമ്പോൾ വാഹനം സ്റ്റക്കായി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ അനക്കി നല്ല രീതിയിൽ ആക്സലേഷൻ കൊടുക്കുമ്പം കുതിച്ച് ചാടിക്കൊണ്ടാണ് വാഹനം ആ ഒരു സ്റ്റക്കിൽ നിന്ന് പുറത്തേക്ക് ചാടി വരുന്നത്. അത് ഈ പറയുന്ന പോലെ സ്ത്രീകളൊക്കെ കോമറ്റ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അറിയാത്തവർക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ആ എടുക്കുന്ന ആ ആക്സലേഷൻ കൂടുതൽ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ആ ഒരു സ്റ്റക്കിൽ നിന്ന് തെറിച്ചുകൊണ്ടാണ് ഈ വാഹനം പുറത്തേക്ക് ചാടി വരുന്നത്. അതൊരു വിഷയമായിട്ട് അപ്പോൾ ഈ രണ്ട് വാഹനത്തിനകത്ത് അത് ഞങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. കോമറ്റിലും വന്നു, വിൻസറിലും വന്നു. കോമറ്റിൽ 1-2 തവണ അത് കിട്ടി, വിൻസറിൽ ഈ അടുത്തിടെ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ആ ഒരു സ്റ്റക്ക് 1-2 ദിവസം ഉപയോഗിച്ചില്ലെങ്കിൽ വരുന്ന ആ ഒരു സ്റ്റക്ക് രണ്ട് വാഹനത്തിനും അനുഭവിക്കുന്നുണ്ട്. രണ്ട് വാഹനങ്ങളിലും കോമൺ ആയിട്ട് കണ്ട മറ്റൊരു ചെറിയ വിഷയം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പുറത്ത് ഷോപ്പുകളിലൊക്കെ കൊടുത്ത് നമ്മൾ ഇതിനകത്ത് ടയർ കാറ്റടിക്കുകയാണെങ്കിൽ അവർ ഈ പറഞ്ഞ ഈവൻ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് അടിച്ചാൽ പോലും നമ്മൾ ടയർ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ടയർ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടില്ല എന്നുള്ള വാണിംഗ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. അതായത് ടയറിൽ പ്രഷർ കുറവാണെന്നുള്ള വാണിംഗ് മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ 36 ആണ് യൂണിറ്റ് വരുന്നെങ്കിൽ 36 അടിച്ച് കഴിഞ്ഞാലും ആ ഒരു വാണിംഗ് മെസ്സേജ് മാറുന്നില്ല. ഇത് രണ്ട് വാഹനങ്ങൾ കോമറ്റിലും വരുന്നുണ്ട്, വിൻസറിലും വരുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മൾ അവിടെ ഷോറൂമിൽ കൊണ്ടുപോയി എന്തോ അവർ റീസെറ്റ് ചെയ്തിട്ട് തരുമ്പോഴാണ് ആ ഒരു പ്രശ്നം മാറുന്നത്. അടുത്തതായിട്ട് ഈ രണ്ട് വാഹനങ്ങൾക്കുള്ള കോമൺ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ രണ്ട് വാഹനങ്ങൾക്കും ഇത്രയും കാലത്തിനുള്ളിൽ ദൈവം സഹായിച്ച് വലിയ വിഷയങ്ങൾ വന്ന് നമുക്ക് റോഡിൽ അങ്ങനെ കിടക്കേണ്ടി വന്നിട്ടില്ല. എസ്പെഷ്യലി വിൻസർ യാതൊരു വിഷയം ഇതുവരെ വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഈ രണ്ട് വാഹനങ്ങളും വാല്യൂ ഫോർ മണിയാണെന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ പറയേണ്ടി വരും. ഈ രണ്ട് വാഹനങ്ങളും വില അനുസരിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യം അത് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്നുണ്ട്. നിരവധി കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് തരുന്ന അതിൻ്റെ നേട്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂ ഫോർ മണിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ സാധാരണ EV വാഹനങ്ങളുടെ ടയർ വളരെ പെട്ടെന്ന് തേയുന്നതായിട്ട് ഞാൻ പല ബ്രാൻഡിൻ്റെ കേസിലും ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് വാഹനങ്ങളും, ഈ വിൻസർ ആയാലും ശരി കോമറ്റ് ആയാലും, ഇതിൻ്റെ ടയർ കോമറ്റ് ഈ പറഞ്ഞ പോലെ 2.5 വർഷവും വിൻസർ 1.5 വർഷം ഓടിയിട്ടും അധികം കിലോമീറ്റേഴ്സ് ഓടിയില്ലെങ്കിൽ പോലും ടയർ ഇതുവരെ തേഞ്ഞിട്ടില്ല. പക്ഷേ ഇത്രയും കിലോമീറ്റേഴ്സ് ഓടുന്ന തന്നെ മറ്റ് ചില ബ്രാൻഡുകളുടെ വാഹനങ്ങളുടെ ടയറുകൾ ഒരുപാട് വെട്ടി തേയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷയവും എന്തായാലും ഈ രണ്ട് വാഹനങ്ങൾക്കും ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് റേഞ്ച് ഡ്രോപ്പ് ഇതുവരെ അങ്ങനെ അധികം വന്നിട്ടില്ല. ഇതുവരെ അത് ഈ കോമറ്റ് 2.5 വർഷം ഓടിയിട്ടും ഇത് 1.5 വർഷം ഓടിയിട്ടും ആ തുടക്കത്തിൽ കിട്ടുന്ന ആ ഒരു റേഞ്ച് നമ്മൾ സൂക്ഷിച്ചൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ അന്ന് കിട്ടിയിരുന്ന അതേ റേഞ്ച് ഇപ്പോഴും കിട്ടുന്നു എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. ഇത് PPF കോട്ടിങ്ങും അതുപോലെ കോമറ്റ് ഗ്രാഫിൻ കോട്ടിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടാണോ എന്നറിയത്തില്ല. എന്തായാലും ഇത്രയും നാളായിട്ടും ഈ രണ്ട് വാഹനങ്ങളുടെയും പെയിന്റിന് അധികം ഫെയ്ഡിങ് വന്നിട്ടില്ല എന്നുള്ളതും നേട്ടമായിട്ട് തന്നെ പറയേണ്ടി വരും. അതുപോലെ രണ്ട് വാഹനങ്ങൾക്കും കമ്പനി നൽകുന്ന ലൈഫ് ടൈം വാറണ്ടി അതും ഒരു ഹൈലൈറ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ലൈഫ് ടൈം വാറണ്ടി EV കാറുകൾക്ക് ആദ്യം കൊടുത്ത ബ്രാൻഡും MG തന്നെയാണ്. വാഹനത്തിന്റെ ലോങ് ടൈം യൂസർ റിവ്യൂ പറയുമ്പോൾ അതിന്റെ സർവീസ് കോസ്റ്റ് പറയേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിൻസർ 2 പെയ്ഡ് സർവീസ്, പക്ഷേ കമ്പനി പറയുന്നത് സെക്കൻഡ് ഫ്രീ സർവീസ് എന്നും തേർഡ് ഫ്രീ സർവീസ് എന്നുമാണ്. ആ ഫ്രീ എന്ന ടൈം പേരിലുണ്ടെങ്കിലും നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഈ ഒരു കോമറ്റ് വന്നിട്ട് സെക്കൻഡ് ഫ്രീ സർവീസും തേർഡ് ഫ്രീ സർവീസും പിന്നീട് ഒരു പെയ്ഡ് സർവീസ് എന്ന രീതിയിൽ 3 സർവീസിനും പേയ്മെന്റ് ആയ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വിൻസറിനെ സംബന്ധിച്ച് സെക്കൻഡ് ഫ്രീ സർവീസിന് 2119 രൂപയും തേർഡ് ഫ്രീ സർവീസിന് 4700 രൂപയുമാണ് ആയിരിക്കുന്നത് ലാസ്റ്റ് സർവീസിന്. കോമറ്റിന്റെ സർവീസ് കോസ്റ്റിനെ പറ്റി പറഞ്ഞാൽ സെക്കൻഡ് ഫ്രീ സർവീസ് എന്ന് അവർ വിളിക്കുന്ന ആ ഒരു സർവീസിന് ഉണ്ടായ കോസ്റ്റ് എന്ന് പറയുന്നത് 990
990 ആയിരുന്നു, 990 രൂപ. അതുപോലെ തേർഡ് ഫ്രീ സർവീസ് എന്ന് വിളിക്കപ്പെടുന്ന സർവീസിന് 1318 രൂപയായി. പെയ്ഡ് സർവീസ്, ആദ്യമായിട്ട് പെയ്ഡ് സർവീസ് എന്ന പേരിൽ വിളിച്ച ആ ഒരു സർവീസ്, അതായത് മൂന്നാമത് ചെയ്ത സർവീസ്, അത് 4589 രൂപയുമായി. അപ്പോൾ സർവീസ് കോസ്റ്റ് സത്യത്തിൽ ഇതിനകത്ത് എനിക്കൊരു ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം ഇവരോടുണ്ടായിരുന്നു. അതായത് സാധാരണ ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ച വാഹനത്തിനൊക്കെ ഒരു 6000 രൂപയൊക്കെ സർവീസ് കോസ്റ്റ് നോർമലി വന്നിരുന്നുള്ളൂ. അവിടെ ഇപ്പം ഈ കോമറ്റിന് പോലും ലാസ്റ്റ് സർവീസ് കോസ്റ്റ് ഏകദേശം 4500 സംതിങ് വരുന്നുണ്ട്. ഇത്രയധികം സർവീസ് കോസ്റ്റ് വരുന്നത് എന്ത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് സർവീസ് കോസ്റ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നീട് പറയാനുള്ളത് സർവീസിനെ പറ്റിയിട്ടാണ്. അത് എനിക്ക് പറയാനുള്ള കാര്യം, ഏത് ബ്രാൻഡിന് വാഹനത്തിൻ്റെ എണ്ണം കൂടുന്നോ അവിടെ സർവീസ് മോശമാവും എന്ന് മാത്രമേ എനിക്ക് സർവീസിനെ പറ്റി പറയാനുള്ളൂ. അപ്പം ഞാൻ ഈ വാഹനം എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ വിൻസർ ഇറങ്ങിയ സമയത്തും കോമറ്റ് ഇറങ്ങിയ സമയത്തുമാണ് എടുത്തത്. അന്ന് അധികം വാഹനങ്ങളില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന EV എന്ന് പറയുന്നത് വിൻസറാണ് ഓരോ മാസവും. അപ്പോൾ വിൻസറിൻ്റെയും കോമറ്റിൻ്റെയും എണ്ണം ക്രമാതീതമായി കൂടിയതുകൊണ്ട് തന്നെയും സർവീസിലും അതിൻ്റെതായ കുറവുകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കോമറ്റ് ആദ്യം ഇറങ്ങിയപ്പോൾ സമയത്ത് തന്നെ വാങ്ങി അതിൻ്റെ റിവ്യൂ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കിട്ടിയത് മുഴുവൻ ഏകദേശം നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു. ചേട്ടന് തലയ്ക്ക് അസുഖമുണ്ടോ, ഇത്രയും പൈസ കൊടുത്ത് ഓട്ടോ പോലെ ഇരിക്കുന്ന ഈ ഒരു വാഹനം വാങ്ങി എന്ന് പലരും കുറ്റപ്പെടുത്തിയിരുന്നു. സത്യം പറഞ്ഞാൽ അത്തരത്തിൽ കുറ്റപ്പെടുത്തിയ പലരും ഇന്ന് കോമറ്റിൻ്റെ ഓണേഴ്സ് ആണെന്ന് പറയേണ്ടി വരും. അതുപോലെ ഈ ഒരു വാഹനം ആദ്യം വാങ്ങി വീഡിയോ ചെയ്തപ്പോഴും പലരും പറഞ്ഞു ഇതിൻ്റെ ഷേപ്പ് കൊള്ളത്തില്ല, കാണാൻ ലുക്കില്ല, അങ്ങനെ ഇങ്ങനെ. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന EV എന്ന് പറയുന്നത് വിൻസറാണ്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് വാഹനങ്ങളും ഇറങ്ങിയ സമയത്ത് തന്നെ എടുത്ത ഒരാളാണ് ഞാൻ. അന്ന് ഈ രണ്ട് വാഹനങ്ങളും ബ്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സെലക്ഷൻ ഒരിക്കലും തെറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കോമറ്റോ അല്ലെങ്കിൽ വിൻസറോ എടുക്കാനായിട്ട് ഒരാൾ എങ്ങനെയുണ്ട് ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ഈ വീഡിയോ പറഞ്ഞ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഈ ഒരു വാഹനങ്ങൾക്ക് ഉള്ളതെങ്കിലും വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ ഈ രണ്ട് വാഹനങ്ങളെയും വിളിക്കാൻ സാധിക്കും.